ഗൈസ്, നമുക്കിന്നൊരു കളങ്കാവലി കാണാൻ പോയാലോ. ഇന്നത്തെ കളങ്കാവലിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ആ 8ാമത്തെ കളങ്കാവൽ, അതായത് അവസാനത്തെ കളങ്കാവൽ. പകലായതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണൂലെന്ന് വെച്ചാണ് പോയത്. പക്ഷേ എനിക്ക് തെറ്റി, ഫുൾ ആളായിരുന്നു. 5 മണിക്കുള്ള കളങ്കാവലിന് രാവിലെ 11 മണി മുതൽ ആൾക്കാർ വന്നിരുന്നെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെപ്പോലെ ലീവ് എടുത്ത് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ മുഖത്തും എൻ്റെ മുഖത്തുള്ള അതേ വിഷമം തന്നെ കാണാൻ കഴിഞ്ഞു. കാരണം ഇനി ഈ കളങ്കാവലി കാണണമെങ്കിൽ അടുത്ത് 3 വർഷം കഴിയണം. അങ്ങനെ ചിരിച്ച് കളിച്ച് ദേവിയെല്ലാം ഞങ്ങളുടെ നിരാശ ഒരുമിച്ച് അങ്ങോട്ട് മാറ്റി. പഴയ ചില സുഹൃത്തുക്കളെ കണ്ടെന്ന് മാത്രമല്ല, പുതിയ ചില സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ 3 വർഷം കഴിഞ്ഞുള്ള അടുത്ത കളങ്കാവലിന് ഇവിടെ സീറ്റ് ഉറപ്പിക്കണമെന്ന് വരെ ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിച്ചു. ഇന്നത്തെ കളങ്കാവലിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ദേവി ഇന്നാണ് ദാരികനെ കാണുന്നത്. പിന്നെ 10 ദിവസം ഇരിപ്പിരുന്ന് പറഞ്ഞിട്ടും നിലത്തിപ്പോരോടുകൂടി ദേവി ദാരികനെ വധിക്കുന്നു. ഇന്നുണ്ടല്ലോ, ദേവി കരഞ്ഞപ്പം കൂടെ കരയാത്തതായി അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അവസാനം ദേവിയുടെ അനുഗ്രഹവും കൂടെ കിട്ടിയപ്പോൾ ഈ വർഷത്തെ കാളിയിട്ട് പൂർണ്ണമായി. അതിനിടയ്ക്ക് കൂടെ കരഞ്ഞ ഭക്തരെ സന്തോഷിപ്പിക്കാനും ദേവി മറന്നില്ല കേട്ടാ. അങ്ങനെ ദേവിയുടെ കളിയും ചിരിയും കൊരവേടലും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കളങ്കാവൽ മുന്നോട്ട് പോയി. അവസാനം ദേവി മക്കളെ എല്ലാവരെയും ഒന്നും കൂടെ അനുഗ്രഹിച്ച് കളങ്കാവൽ അവസാനിച്ചു. ദേവിക്ക് അപ്പോഴേ തോന്നിയിരിക്കണം ദേവിയുടെ ഈ മക്കള് അടുത്ത 3 വർഷത്തിന് ശേഷമുള്ള കളങ്കാവലിനായുള്ള കാത്തിരിപ്പ് ആരംഭിച്ചെന്ന്. അതെ ഗൈസ്, അടുത്ത 3 വർഷത്തിന് ശേഷമുള്ള കളങ്കാവലിനുള്ള കാത്തിരിപ്പ് ഞങ്ങളിതാ ഇപ്പോഴേ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.